കസ്റ്റമേഴ്സ് എല്ലാം ഒരു യുണീക്നെസ് ഒക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവർക്ക് അവരെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ആശയത്തിലാണ്. അതിന്റെ ആ ബ്രാൻഡ്, ആ ഒരു പേര് വന്നതിന്റെ ഒരു ചെറിയൊരു കഥ അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉള്ളത്? അവരെ അച്ഛൻ്റെ ബ്ലഡ്, അതായത് അച്ഛൻ്റെ ബ്ലഡ് സ്റ്റോണിലേക്ക് ആക്കിയിട്ട് ആ ബ്ലഡ് പോവാത്ത രീതിയിൽ ഒരു ജ്വല്ലറി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ബ്രാൻഡ് ടോക്സ് ബൈ വിജയ് ഫീസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അതിഥിയായി വരുന്നത് സബീൻ രാജ് സാറും ടെക്നിക്കൽ പാർട്ട്ണർ പ്രശാന്ത് കുമാർ സാറും സെലസ്റ്റ ബ്രാൻഡിൻ്റെ മാനേജിങ് ഡയറക്ടറുമാണ്. കസ്റ്റമൈസ്ഡ് ജ്വല്ലറീസ് എന്ന കോൺസെപ്റ്റിൽ ഉറച്ചു നിന്ന് ഒരുപാട് പേർക്ക് നല്ലൊരു രീതിയിൽ യുണീക്കായിട്ടുള്ള ഡിസൈൻസ് ചെയ്തു തന്ന് ഒരു മാതൃകയായ സാറിനെയാണ് നമ്മൾ ഇന്ന്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പങ്കിടാൻ പോകുന്നത്. വെൽക്കം ടു ദ ഷോ സാർ. നമ്മൾ ഈ കസ്റ്റമൈസ്ഡ് ജ്വല്ലറി എന്ന ആശയം, നിങ്ങൾക്ക് ഈ ഒരു ആശയത്തിൽ ബിസിനസ് ആരംഭിക്കാൻ ഉണ്ടായ ഒരു പ്രേരണ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യാനുള്ള കാരണം? ജ്വല്ലറി ഫീൽഡിൽ പണ്ട് കസ്റ്റമൈസ്ഡ് ജ്വല്ലറി ഉണ്ടാക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം കസ്റ്റമേഴ്സ് എല്ലാം ഒരു യുണീക്നെസ് ഒക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവർക്ക് അവരെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ആശയത്തിലാണ് ഇത് തുടങ്ങിയത്. സാർ, ഈ സെലസ്റ്റ എന്നൊരു പേരിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിയേ? എന്താണ് ആ ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ആ ബ്രാൻഡ്, ആ ഒരു പേര് വന്നതിന്റെ ഒരു ചെറിയൊരു കഥ അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉള്ളത്? സെലസ്റ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോഡേൺ അല്ലെങ്കിൽ ലക്ഷറി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന പ്രോഡക്ട്സ് ഫുള്ള് അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള സാധനങ്ങളും മോഡേൺ ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളും ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ആ ഒരു പേര് ചൂസ് ചെയ്തതാണ്. നോർമലി നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഡിസൈൻസിൽ ഒന്ന് ചൂസ് ചെയ്യാനാണ് നമുക്കൊരു ഓപ്ഷൻസ്. പക്ഷേ ഈ കസ്റ്റമൈസ്ഡ് ജ്വൽസ് എന്ന രീതിയിൽ അതൊരു വാല്യൂ ആഡ്, അല്ലെങ്കിൽ അത് ഒരു മീനിങ് ഫുള്ളാണ് എന്ന് സാറിന് തോന്നാനുള്ള റീസൺ ഉണ്ട്? കാരണം എന്താണ് അത് അങ്ങനെ ഒന്ന് സാറിന് ഇപ്പോൾ തോന്നാനായിട്ട്? മാസ് പ്രൊഡക്ഷനിൽ നമുക്ക് ഒരു ഡിസൈൻ തന്നെ കുറേ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് പലരുടെ കയ്യിലും ഉണ്ടാവും. ഇത് ഓരോ കസ്റ്റമേഴ്സിന് അവരെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഒരു സാധനം അവർ വരച്ച് തരുന്നതാണെന്നുണ്ടെങ്കിൽ, അവർ ഏകദേശം ഒരു ഐഡിയ തരുന്നതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കസ്റ്റമൈസ് ജ്വല്ലറിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർ മനസ്സിൽ കാണുന്ന സാധനം നമ്മളൊരു വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുക. അതെ, തീർച്ചയായിട്ടും അതാണ് അത് ശരിക്കും ഉദ്ദേശിച്ചത്. അതെ അതെ അല്ലേ സാർ? ഈ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്ത്, അതായത് ഇങ്ങനെ ഒരു ആശയം ഉണ്ടല്ലോ പണ്ട് മുതലേ, അപ്പൊ ഇങ്ങനെ ഒരു ആശയം തുടങ്ങിയ സമയത്ത് സാറിന് എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിരുന്നു? അത് ഇന്ന് സാറിന് എന്താണ് ലേണിംഗ്? എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ സാർ ആ തരണം ചെയ്ത് വന്നത്? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്, പലർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ കസ്റ്റമൈസ് ജ്വല്ലറി ചെയ്യാമെന്നുള്ളത്. ജ്വല്ലറി പോവുക, അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതായിരുന്നു എല്ലാവരെയും കോൺസെപ്റ്റ്. ഇപ്പം ടെക്നോളജീസ് മാറി, മെഷീനറീസും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ജ്വല്ലറി ഉണ്ടാക്കാമെന്നും അത് കസ്റ്റമേഴ്സിലേക്ക് ആ അറിവ് എത്തിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഒരു ചാലഞ്ച് ആയിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒക്കെ വഴി കുറേ അവരിലേക്ക് എത്തിക്കാനും കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കസ്റ്റമൈസ് ജ്വല്ലറി ഓർഡർ ചെയ്യാനും ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി ചേർന്നിരിക്കുകയാണ്. അപ്പോൾ സാറ് തുടങ്ങിയ സമയത്ത് ഈ ഒരു കോൺസെപ്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അവരൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്. അപ്പം അതിനുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് അവർക്ക് അവയർനെസ് കൊടുത്തിട്ട് എന്താ പറയാ, അത് കുറെ കാലം എടുത്തു കാണും അല്ലേ? കുറച്ചു കാലം എടുത്തു അവർക്ക് ഒരു തോട്ട് പ്രോസസ് കൺവേർട്ട് ചെയ്യാൻ. അതെ അതെ. അപ്പം സാർ ആ തുടങ്ങിയ സമയത്ത് എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ പ്രൊമൈസസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ വന്നിട്ട് ഓരോന്ന് സാറ് ലേൺ ചെയ്ത് അത് ഉണ്ടാക്കിയെടുക്കുകയാണോ ചെയ്തത്? എങ്ങനെയായിരുന്നു അതിന്റെ ബിഗിനിങ്? ഇതിൻ്റെ അകത്ത് എനിക്ക് മെയിൻ ആയിട്ടുള്ളൊരു ചാലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ വേണമായിരുന്നു എനിക്ക്. അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവന് 24 years ആയിട്ട് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പം അവനെയും കൂടി ഈ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് പ്രശാന്ത് സാർ? അതാണ് പ്രശാന്ത്. അപ്പോൾ പുള്ളി അന്ന് മുതലേ കൂടെ ഉണ്ട്? അതെ,
അപ്പൊ നമ്മളിത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ടാവും? 2.5-3 വർഷത്തോളമായി. 3 വർഷത്തോളമായി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ 3 വർഷത്തിന് മുന്നേയും നമുക്ക് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കൊറോണ കാലഘട്ടം അതെ അതെ. അല്ലെ? ആ സമയത്ത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ചെല്ലാൻ സാധിക്കുന്നത് തന്നെ കുറവായിരുന്നു. കാര്യം പുറത്തേക്ക് ഇറങ്ങാനുള്ള അല്ല, റെസ്ട്രിക്ഷൻ. ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തത് 3 വർഷമായി എന്നാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഇത് ചെയ്താൽ സക്സസ് ആവുമോ, പിന്നെ ബ്രാൻഡിങ്ങിന്റെ കാര്യം അതൊക്കെ ആയിട്ട് കുറെ സമയം അങ്ങനെ പോയിണ്ടായിരുന്നു. നമ്മളൊരു മാർക്കറ്റിലേക്ക് ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ പറ്റിയിട്ടൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടി കുറെ ടൈം എടുത്തിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തുടങ്ങാനുള്ള ഒരു മുഹൂർത്തമായി, ഇല്ലെങ്കിൽ തുടങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയത് എന്ത് ബേസിസിലായിരുന്നു? അതിനുള്ളൊരു മൊമെന്റ് എന്തായിരുന്നു? അപ്പം അല്ല, ഇത് കസ്റ്റമർ അവയർനെസ് കൊടുത്തപ്പോൾ തന്നെ പല സ്ഥലത്തുനിന്നും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് വന്നു. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ അങ്ങോട്ട് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇറങ്ങി. ഒരു ചാലഞ്ച് അങ്ങോട്ട് അതെ, ഏറ്റെടുക്കാന്ന് അതെ. വിചാരിച്ചു. എന്തായാലും കൂടെ നല്ലൊരു നോളജിലൊരു പാർട്ണർ ഉള്ളപ്പോൾ ധൈര്യമായിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കാന്ന് അതെ. വിചാരിച്ചു അല്ലെ? ഉം. സാർ, അപ്പൊ നമ്മളിപ്പം ഒരു ക്ലയന്റ് ഇപ്പൊ ഒരു ഓർഡർ തരുന്നു, അയാൾക്കൊരു പ്രത്യേകിച്ച് ഒരു സാധനം വേണം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ ഒരു ഐറ്റം വേണം. അപ്പൊ അയാൾ നിങ്ങളോട് കൺവേ ചെയ്യുന്നു, ചിലപ്പം ഫോണിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും മെയിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ട് വർക്ക് എന്തെങ്കിലുമൊക്കെ. അപ്പം അവർ ഉദ്ദേശിക്കുന്ന വാല്യൂ, അവൻ മനസ്സിൽ കാണുന്ന ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിൽ നിങ്ങൾക്കത് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ അത് ഉറപ്പുവരുത്തുക? ആ കാര്യം പറഞ്ഞു വരുന്നതിനെക്കാട്ടും നല്ല ഞാൻ ഒരു ഉദാഹരണ രൂപത്തിൽ പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി ഏകദേശം ഒരു 4 വർഷമായിട്ട് 2 സ്റ്റോണ് കയ്യിൽ കൊണ്ടുനടക്കാം. പല സ്ഥലത്ത് പോയി ഇതിന് റിങ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞ ഡിസൈനിലല്ല, അവൻ പറഞ്ഞ ഫിനിഷിങ്ങിലല്ല ചെയ്തു കൊടുക്കുന്നത്. അവൻ ആ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ അവനും അവൻ്റെ ഒരു ഫിയാൻസിക്കും വേണ്ടിയിട്ടാണ് അവൻ സ്റ്റോൺ വാങ്ങിച്ചിരുന്നത്. അവൻ വരച്ച് തന്ന ആ ഡിസൈനിൽ ഞങ്ങൾക്ക് ആ ജ്വല്ലറി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഭയങ്കര ഹാപ്പി ആയിപ്പോയി പുള്ളി. അപ്പം ഈ ഒരു രീതിയിലുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു സാധനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ക്ലയന്റിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കാണിച്ചിട്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ടറി വരുന്നവരെ നമ്മളൊന്ന് പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് വരുന്നവരെയുള്ള ഒരു രീതിയിലേക്കുള്ള നമ്മൾ ആ ഒരു മോൾഡിങ് എന്താ വെച്ചാൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ സാറേ? ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്കുള്ളൊരു ആഡഡ് ബെനിഫിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളൊരു പെൻസിൽ സ്കെച്ച് ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് CAD ഡിസൈൻ ചെയ്തതിന് ശേഷം അത് നമ്മൾ 3D പ്രിന്റിങ് CAD ഡിസൈനിങ് ചെയ്ത് കസ്റ്റമേഴ്സിനെ കാണിച്ച് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 3D പ്രിന്റ് ചെയ്യും. 3D പ്രിന്റ് ചെയ്തിട്ട് ഒരു ആക്ച്വൽ പ്രോഡക്റ്റ് എങ്ങനെയാണോ ഉണ്ടാവുക ആ പ്രോഡക്റ്റിന്റെ രൂപത്തിൽ കസ്റ്റമേഴ്സിനെ കാണിക്കും. ഒരു മോൾഡ് നമ്മൾ കാണിക്കും. ആ മോൾഡ് കാണിച്ച് അവര് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിം പ്രോഡക്റ്റ് നമ്മൾ ഗോൾഡിലോ എന്തിൽ വേണമെങ്കിലും ഞങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിൻ്റെ അകത്തൊരു കൺഫ്യൂഷൻ വരുന്ന പ്രശ്നമില്ല. ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താൻ പറ്റുന്ന. സോ അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന ഒരാള് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മനസ്സ് നിറഞ്ഞ് അവർ ഉദ്ദേശിച്ച സാധനം കൊണ്ടായിരിക്കും പോകുന്നത്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്നത്. അതാണ് നമ്മളെ സന്തോഷം എന്ന് പറയുന്നത്. അതാണ് സാറേ, നമ്മൾ എന്തായാലും കസ്റ്റമൈസ്ഡ് ജ്വൽസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ജനറേഷന് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ജ്വൽസ് എന്നുള്ളൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡെലിവറബിൾസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ട്രെൻഡ്? ഏത് ടൈപ്പാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്? ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെറുപ്പകാലത്തൊക്കെ പറയുകയാണെങ്കിൽ വീട്ടുകാരെന്താണോ വാങ്ങി തരുന്നത് അത് ഇടുക എന്നുള്ളതായിരുന്നു നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ. പക്ഷെ ഇപ്പം എൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ എന്ത് സാധനത്തിനും, അവർ ഡ്രസ്സ് ആയിക്കോട്ടെ ജ്വല്ലറി ആയിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ഐഡിയ ഉണ്ട്, അവരുടേതായ ഒരു താല്പര്യമുണ്ട്, അവരുടേതായ അതിനൊരു സ്റ്റോറി അവർക്ക് ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. സാറേ, അപ്പം നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രാൻഡ് സെലസ്റ്റ എന്ന ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശയം കസ്റ്റമൈസ്ഡ് ജ്വല്ലറി എന്ന ആശയം അടുത്തൊരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലത്തിൽ നമ്മൾ എന്തായി തീരണം അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തിപ്പെടണം എന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? ഞാനിത് തുടങ്ങുന്ന സമയത്ത് പലർക്കും അറിയില്ലായിരുന്നു കസ്റ്റമൈസ് ജ്വല്ലറി ഉണ്ടാക്കാമെന്നും അല്ലെങ്കിൽ അവരെ താല്പര്യത്തിനനുസരിച്ചിട്ട് പ്രോഡക്ട്സ് കിട്ടും എന്നുള്ളത്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇത് അറിഞ്ഞു തുടങ്ങി. ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഈ
ഇതിനെ പറ്റിയിട്ടൊരു സംശയം ആർക്കും ഉണ്ടാവില്ല. സെലസ്റ്റ വിൽ ബി ദെയർ ഫോർ യു എന്നുള്ള ഇതിലാണ് ഞാൻ 5 വർഷം കഴിഞ്ഞിട്ട് അതിനെ കാണുന്നത്. അപ്പൊ കസ്റ്റമൈസ്ഡ് ജ്വൽസ് എന്ന് പറഞ്ഞാൽ സെലസ്റ്റ അതെ എന്ന രീതിയിലാവണോ? അതെ അതെ അല്ലേ? ആ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് പ്രശാന്ത് സാറിൻ്റെ അടുത്തേക്ക് പോവാം. പ്രശാന്ത് സാറ്, അതായത് പ്രശാന്ത് സാറിനെ കുറിച്ച് പറഞ്ഞാൽ പുള്ളി ഈ സ്ഥാപനത്തിൻ്റെ ഒരു ടെക്നിക്കൽ പാർട്ട്ണറാണ്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ മേഖലയിൽ ഒരു 20-25 വർഷത്തോളം പരിചയമുള്ള എന്താ പറയുക, കൈ തെളിഞ്ഞ ഒരു ആശാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം എന്തായാലും പ്രശാന്ത് സാറിനോട് നമുക്കൊരു കാര്യം ചോദിക്കാം. പ്രശാന്ത് സാറേ നമസ്കാരം. നമസ്കാരം. അപ്പം എങ്ങനെയാണ് സബീൻ സാറായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്? ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് വന്നത്? സബിൻ ആയിട്ട് എനിക്ക് ഒരു 10-25, എനിക്ക് എത്രയാണോ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് അത്രത്തോളം കാര്യം ഞാനും സബിനായിട്ട് ബന്ധമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ സബിൻ കാണുന്നത് ട്രെയിനിൽ വെച്ചാണ്. അപ്പം പുള്ളി എൻ്റെ ഒരു നെയ്ബറാണ്, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. ട്രെയിനിൽ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഫസ്റ്റ്. അതുവരെ നിങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ, സംസാരിച്ചിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. കുറച്ച് അപ്പുറത്തായിരുന്നു ഓക്കെ. പുള്ളിയുടെ വീട്. ഞങ്ങൾ പിന്നെ പരിചയപ്പെട്ടത് മുതൽ ഞങ്ങൾ സൺഡേസിൽ കാണുമായിരുന്നു, വീട്ടിൽ പോവുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡായത്. അപ്പം ആ സമയം മുതൽക്കേ സവിൻ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫീൽഡിൽ എന്തെങ്കിലും നമുക്കൊന്ന് തുടങ്ങണം. അപ്പം അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് എന്താ തുടങ്ങുക എന്നുള്ള ചിന്ത വന്നതും ഈ കസ്റ്റമൈസ്ഡുള്ള പ്രൊഡക്റ്റിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്തതും അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഇത് കുറെ വർഷങ്ങളെടുത്തുണ്ടായ ഒരു ആശയമാണ്, ഒരു വലിയൊരു ബന്ധത്തിന്റെ ഒരു ഔട്ട്കം ആണ്. ബന്ധം കുറെ കാലം മുതലുണ്ട്, ആശയം കുറച്ച് സമയമായിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെ ഒരു ആശയം വന്നപ്പോ അതിനോട് പ്രശാന്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഞാൻ കാരണം എനിക്ക് പ്രൊഡക്ഷൻ സൈഡായിട്ടാണ് ബന്ധം. അതായത് സെയില് വേറെ തന്നെ ഒരു ആർട്ടാണ്. അപ്പം തുടങ്ങുന്ന സമയത്ത് സെയിലും കൂടി നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു പേടി മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ബിൽഡായി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആശയം സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോ അതിനെന്തെങ്കിലും ഒരു എന്താ പറയാ, ഇത് നടക്കോ ഇല്ലേ എന്നൊക്കെ തോന്നിണ്ടാവൂലേ? അതെ. അപ്പൊ അതെങ്ങനെ നമ്മൾ തരണം ചെയ്ത് എങ്ങനെ ആ ഒരു ഇത്, അതായത് നമുക്ക് ഇതും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാ ഒരു ഉറച്ച തീരുമാനം എടുത്തത് എന്ത് സാഹചര്യത്തിലാ? അത് ഞങ്ങൾ 1-2 കസ്റ്റമൈസ് ഓർഡർ വന്ന സമയത്ത് നമുക്ക് ആ ബിൽഡ് ചെയ്തപ്പോഴും കസ്റ്റമൈസർ ഹാപ്പി ആയ സമയത്തും നമുക്ക് തോന്നി ഇത് കുറച്ചും കൂടെ നമുക്ക് പിന്നെ നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് അപ്പോഴാണ് വന്നത്. ഒരു ആളുകൾക്ക് ഒരു വെറൈറ്റി വേണം, Variety ഇഷ്ടപ്പെടുന്നു എന്നൊരു തീരുമാനം. അതെ. പ്രശാന്ത്, അതായത് ഈ പ്രൊഡക്ഷൻ ആണല്ലോ താങ്കളുടെ മെയിൻ മേഖല എന്ന് പറഞ്ഞത്. അതെ. അപ്പൊ ഈ മേഖലയില് താങ്കളുടെ പ്രവൃത്തി പരിചയം എങ്ങനെയാണ്? ഞാൻ ഈ ഒരു ജ്വല്ലറി മാനുഫാക്ചറിങ് വന്നിട്ട് ഒരു 25 വർഷമായി. അപ്പം മെയിനായിട്ട് കാസ്റ്റഡ് ജ്വല്ലറി തുടങ്ങുന്ന ആ സമയത്താണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ കാല് കുത്തുന്നത്. കാസ്റ്റഡ് ജ്വല്ലറി എന്ന് വെച്ചാല്? കാസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജ്വല്ലറി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് ഓഫ് ജ്വല്ലറി ഉണ്ട്. കാസ്റ്റഡ് ഉണ്ട്, ഹാൻഡ് മെയ്ഡ് ഉണ്ട്, ഡൈ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ജ്വല്ലറി ഉണ്ട്. ഓക്കെ. അതിൽ കാസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ആ ഒരു കുറച്ച് കാലമായിട്ട് തുടങ്ങി. 25 ആ ഒരു സമയം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം, ആ സമയത്താണ് കാസ്റ്റഡ് ജ്വല്ലറി എന്നുള്ളൊരു സംഭവം വരുന്നത്. ഓക്കെ. അതിലാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പേർട്ടായിട്ട് ഇപ്പം ഫോക്കസിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം പ്രശാന്ത്, ഇപ്പം ഒരാള് അല്ലെങ്കിൽ ഒരു ക്ലയന്റ് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരികയാണ്. അവർക്ക് അറിയില്ല അത് നടക്കുമോ ഇല്ലെന്നും അറിയാൻ പാടില്ല, അവർക്കൊരു സാധനം ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഒരാള് നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ നിങ്ങൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ആദ്യം കസ്റ്റമറായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ അവരെ ഐഡിയാസ് നമുക്ക് അറിയാൻ പറ്റും. ചില ആൾക്കാർ സ്കെച്ചായിട്ട് വരും. അപ്പോൾ ആ സ്കെച്ച് ഞങ്ങൾ ഇപ്പോഴത്തെ ടെക്നോളജി പ്രകാരം CAD, നിങ്ങൾക്കറിയാം എല്ലാത്തിലും യൂസ് ചെയ്യുന്ന സംഭവമാണ് CAD. അതിപ്പോൾ ജ്വല്ലറിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ CAD ഡ്രോ ചെയ്തിട്ട് ആ കസ്റ്റമറിനെ കാണിച്ച് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നവരെ അതിൽ നമ്മൾ വർക്ക് ചെയ്യും CAD-ൽ. അതിന് ശേഷമാണ് ഞങ്ങൾ ജ്വല്ലറി ചെയ്യുന്നത്. ഇപ്പം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ട്രെൻഡിങ് ആയി വരുന്നത് ഫിംഗറിൻ്റെ നമ്മൾ ഇതില്ലേ എന്താ പറയുക, ഫിംഗർ പ്രിൻറ്റ്,
അത് നമ്മളിപ്പം കല്യാണം കഴിക്കുന്ന സമയത്ത് ലേഡി പിന്നെ ബ്രൈഡ്സിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻ്റ് മോതിരത്തിൻ്റെ മുകളിൽ വേണമെന്ന് പറഞ്ഞിട്ട് വരുന്ന കസ്റ്റമർ ഒക്കെ പുതിയ ട്രെൻഡാണ്. അതേപോലെ ഇപ്പം പഴയ ജ്വല്ലറി, അപ്പം മുത്തച്ഛന്മാർ തന്ന ജ്വല്ലറി, അതിൽ കുറച്ച് സ്റ്റോൺ അവർക്ക് പ്രിഷ്യസ് ആയിരിക്കും. ചിലപ്പോൾ അതിന് വാല്യൂ ഉണ്ടാവില്ല, ചിലപ്പോൾ വാല്യൂ ഉണ്ടാവും, പക്ഷെ അവർക്കത് പ്രിഷ്യസ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ട് ഇന്നേ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞിരിക്കും. അവരെ ഇഷ്ടത്തിന് എന്താണോ, അവരെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ വാല്യൂ. ആ വാല്യൂവിനാണ് ഞങ്ങളിപ്പം, ആ ഒരു വാല്യൂ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. അതൊക്കെ ചെയ്ത് നമുക്ക് എടുക്കാനുള്ള എക്യുപ്മെന്റ്സ് ആ. നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ട്. അത് നോർമലി അപ്പം ഒരു ആളൊരു ആവശ്യം കൊണ്ട് വന്നാൽ ഏകദേശം നമുക്ക് എത്ര സമയം എടുക്കും? അതായത് അവർ ഐഡിയ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ, അതെ, ഡ്രോയിങ്സ് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം കൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റും? വിത്തിൻ 15 days കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതുണ്ട്. അതുകൂടാതെ ചില ഡിമാൻഡ് വേഗം വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാറുമുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ ആ സാധനം കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഫീൽ വരാറുണ്ടോ, അവർ ഹാപ്പിയാണ് അത് കണ്ടിട്ടെന്നുള്ള? അതെ, അത് ആ ഹാപ്പി ഞങ്ങൾക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല, അവരുടെ മൗത്ത് പബ്ലിസിറ്റി ഞങ്ങൾക്കും ഒരു നല്ലൊരു കാര്യമാണ്. അവർ ഹാപ്പി ആയി പോയി കഴിഞ്ഞാൽ 4 ആളുടെ പറയും, അതും ഞങ്ങൾക്കൊരു ഗുണമാണ്. അപ്പൊ അതുപോലെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പം ഉണ്ടാവും. അതെ, കസ്റ്റമേഴ്സ് ഉണ്ട്. ഇമോഷൻസ് ഉണ്ടല്ലോ, എല്ലാവരും ഇമോഷൻസിൻ്റെ വാല്യൂം കൂടി ഞങ്ങൾ നോക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നേ ഒരു കസ്റ്റമർ വന്നായിരുന്നു. അവരെ അച്ഛൻ്റെ ബ്ലഡ്, അതായത് അച്ഛൻ്റെ ബ്ലഡ് സ്റ്റോണിലേക്ക് ആക്കിയിട്ട് ആ ബ്ലഡ് പോവാത്ത രീതിയിൽ ഒരു ജ്വല്ലറി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ഉണ്ടാക്കി കൊടുത്തു. ആ കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ആണ്, ആ കസ്റ്റമറിനും ഭയങ്കര വാല്യൂ ആണ്. എവിടെ ചെന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെ ചെന്നാലാണ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് തിരഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം പണ്ട് ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഇതൊന്നും ചെയ്തു കൊടുക്കാനുള്ള താല്പര്യം വളരെ കുറവായിരുന്നു. ഇന്നെന്ന് വെച്ചാൽ ആളുകൾ അന്വേഷിച്ച് വന്നു തുടങ്ങി. അതെ, അന്വേഷിച്ച് ടെക്നോളജി അത്രയും ഹെൽപ്ഫുൾ ആവുന്നു. അതെ, ടെക്നോളജി ഹെൽപ്ഫുൾ ആവുന്നു. ആൾക്കാർക്ക് വിവരം കുറച്ച് ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. മീൻസ് ഈ ജ്വല്ലറി എന്ന് പറയുമ്പം പല ആൾക്കാർക്കും ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 കാരറ്റ്, 14 കാരറ്റ്, 22 കാരറ്റ് എന്താണെന്നുള്ള കസ്റ്റമർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു ബെനിഫിറ്റ് തന്നെയാണ്. അവരാർക്കും ചതിക്കാൻ കഴിയില്ല ഈ സമയത്ത്. എല്ലാം ട്രാൻസ്പെറന്റ് ആണ്. അതെ, ട്രാൻസ്പെറന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഈ ഒരു ആശയത്തിനോട് തുടക്കകാലത്ത് സബിൻ സാറായിട്ട് സംസാരിച്ച ആ ഒരു ഇതിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നൊരു ഉദാഹരണം പണ്ടെങ്ങാനും ഉണ്ടോ? നമുക്ക് ആരെന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നു? എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിശ്വസിച്ചതിനേക്കാളും കൂടുതൽ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ആ ബ്ലഡിൻ്റെ കാര്യം ഇതൊന്നും നമ്മൾ ടോട്ടലി ഇല്ലല്ലോ. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളാണ് അതൊക്കെ. ഒന്നാമത് സബിൻ സാറിൻ്റെ ഭയങ്കര സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതായത് പുതിയ ചലഞ്ചസ് നമുക്ക് ചെയ്യാനല്ലേ? അതെ, പുതിയ ചലഞ്ചസ് ചെയ്യാനായിട്ട് അതെ ചെയ്ത് പരീക്ഷിക്കുക. മെയിൻ ആയിട്ട് അത്രയും ആളുകളെ നമ്മൾ ഹാപ്പി ആക്കുക. അതെ, അവരുടെ വാല്യൂസിനെ നമ്മൾ അവരുടെ ഇമോഷൻസിനെ ഒരു വാല്യൂ കൊടുത്ത് ഒരു ക്വാളിറ്റി ഡെലിവറി കൊടുക്കുക എന്നുള്ളത്. അതെ സാർ, പ്രശാന്ത്, അതായത് നമ്മൾ ഇത്ര നേരം ഒരു കസ്റ്റമൈസ്ഡ് ജ്വല്ലറി, അതായത് ഒരു പുതിയ തോട്ട് എന്ന് വെച്ചാൽ ഒരുപാട് പഴക്കം ഉണ്ടെങ്കിലും അത് പ്രാവർത്തികമായി ഇന്ന് റിയലൈസ് ആയി വന്നതൊക്കെ ഈ അടുത്ത കാലങ്ങളാണ്. അപ്പം നമ്മൾ അതിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം നിങ്ങളെ എനിക്കൊരു ഇന്റർവ്യൂവിന് കിട്ടിയതിലും നമുക്കൊന്ന് സംസാരിച്ച് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. അപ്പം ഇനിയും ഭാവിയിൽ ഇതുപോലെ ഇപ്പോഴുള്ള ജനറേഷൻസും ഇനി അപ്കമിങ് വരുന്ന ജനറേഷൻസിൻ്റെ എല്ലാവരുടെയും വാല്യൂസിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത്, ഇമോഷൻസിനെ വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്ത് അതായത് സെലസ്റ്റ ജ്വൽസ് ഇനിയും വളരെ മുന്നോട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 5 വർഷം 10 വർഷം മുന്നോട്ട് വളരെ വിപുലമായി ഇത് വലുതായി പോകാനായിട്ട് ഞാൻ ആശംസിക്കുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കസ്റ്റമൈസ് ജ്വല്ലറി ആഗ്രഹിക്കുന്നുണ്ടോ? സെലസ്റ്റ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ആശയമുണ്ടോ നിങ്ങളെ ജ്വല്ലറീനെ പറ്റിയിട്ട്? എപ്പോഴും സെലസ്റ്റ നിങ്ങളെ കൂടെ ഉണ്ടാവും.